ഓം നമോ വിരാട് വിശ്വബ്രഹ്മണേ നമ. എല്ലാവർക്കും നമസ്തേ. ഞാൻ ഷിജു ആചാരി പവനൂർ. വിശ്വബ്രഹ്മ എന്ന ചാനലിലേക്ക് ഏവർക്കും സഹർഷം സ്വാഗതം. എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു ചാനൽ തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു മാസം പിന്നിടുകയാണ്. ഹൃദയത്തിലേറ്റിയ എല്ലാവർക്കും വിശ്വബ്രഹ്മ സമൂഹമഠത്തിൻ്റെ നന്ദിയും ആശംസകളും അറിയിക്കുകയാണ്. ജീവിതത്തിൽ ഉന്നത നിലവാരത്തിലെത്താൻ നിങ്ങളെ വിശ്വപരബ്രഹ്മാവായിരിക്കുന്ന വിശ്വകർമാവ് സഹായിക്കട്ടെ. അതിനുള്ള സർവ്വ ഐശ്വര്യവും ജഗദീശ്വരൻ നിങ്ങൾക്ക് നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വിഷയം ആരംഭിക്കുകയാണ്. ഭൗതിക ഊർജങ്ങൾ ഭൂമിയിലൂടെ നമുക്ക് എങ്ങനെയൊക്കെ ലഭിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഭൂമിയിലുള്ള വൈബ്രേഷനുകൾ എന്തെല്ലാമാണെന്നും അതെങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗപ്രദമാക്കാമെന്നും എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വിഷയം. അതായത് ഭൂമിയിൽ 3 ഊർജ സംജ്ഞകളാണുള്ളത്. ഒന്നാമത്തത് ലംബമാനമായ ഊർജങ്ങൾ, തിരശ്ചീനമായതും ചാക്രികപരമായതുമായിട്ടുള്ള ഊർജങ്ങൾ. 3 അവിടെയുള്ള ആളുകളുടെ മനോമണ്ഡലങ്ങളിൽ നിന്നുണ്ടാകുന്ന ഊർജങ്ങൾ. അങ്ങനെ 3 ഊർജങ്ങളാണ് വാസ്തുശാസ്ത്രപരമായിട്ട് അല്ലെങ്കിൽ വാസ്തു സനാതന ധർമ്മപരമായിട്ട് നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുള്ള ഊർജങ്ങൾ. ഇപ്പോൾ ലംബമാനമായ ഊർജങ്ങൾ എന്ന് പറഞ്ഞാൽ ഭൂമിക്ക് ലംബമാനമായിട്ടുണ്ടാകുന്ന ഊർജങ്ങൾ, അതായത് സൂര്യനിൽ നിന്നുണ്ടാകുന്ന ഊർജം, കാറ്റിൽ നിന്നുണ്ടാകുന്ന ഊർജം, അതേപോലെ തന്നെ മറ്റ് ജീവജാലങ്ങളിൽ നിന്നുണ്ട്, അതായത് വലിയൊരു മരം ഉണ്ടെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന ഊർജം, അതേപോലെ തന്നെ നമ്മുടെ തൊട്ടടുത്ത് വലിയ ഫാക്ടറികൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഊർജം, നമ്മുടെ തൊട്ടടുത്ത് കൂടി വലിയൊരു പാത, അതായത് വലിയ റോഡ് കടന്നു പോകുന്നുണ്ട്, അതിൽ നിന്നുണ്ടാകുന്ന ഊർജം, തോടുകളിൽ നിന്നുണ്ടാകുന്ന ഊർജം, അങ്ങനെ ഉണ്ടാകുന്ന ഊർജങ്ങളാണ് ലംബമാനമായ ഊർജങ്ങൾ. ഈ ഊർജം നമ്മുടെ പ്ലോട്ടിനെ സ്വാധീനിക്കുന്നുണ്ട്. അതെങ്ങനെയൊക്കെ എന്നാണ് നമ്മൾ അവിടെ പോകുന്ന ഒരു വിശ്വകർമ്മ വാസ്തു ആചാര്യൻ ചിന്തിക്കേണ്ടത്. അപ്പോൾ ആ ഊർജത്തിനെ പോസിറ്റിവിറ്റി ഉള്ളതാണെങ്കിൽ ആ ഊർജത്തിനെ നമ്മുടെ പ്ലോട്ടുമായി കണക്ട് ചെയ്യാനും, നെഗറ്റിവിറ്റി തരുന്ന ഊർജമാണെങ്കിൽ അത് നമ്മുടെ പ്ലോട്ടിനെ മതിൽ കെട്ടി വേർതിരിച്ച് അതിനെ നിരാകരിക്കേണ്ടതുമാണ് എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം, അല്ലെങ്കിൽ ആദ്യത്തെ ചിന്ത. അങ്ങനെയാണ് പോകേണ്ടത്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ പ്ലോട്ടിനുള്ളിൽ ഒരുപാട് തിരശ്ചീന ചലനങ്ങളുണ്ട്. അത് കൃത്യമായ ഒരേ രീതിയിൽ തന്നെ ചാക്രികപരമായിരിക്കണമെന്നില്ല, പല രീതിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയി കൊണ്ടുപോകുന്ന ഒരുപാട് ഊർജ കാര്യങ്ങളുണ്ടാകും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സ്ഥലത്തിൻ്റെ അടുത്തുകൂടി ഒരു കാട്ടാറ് ഉണ്ടാണെങ്കിൽ, തോട് അല്ലെങ്കിൽ ഒരു പുഴ ഉണ്ടെങ്കിൽ ആ പുഴയുടെ ചലനത്തിനനുസൃതമായിട്ട് നമ്മുടെ പ്ലോട്ടിൻ്റെ അതിലും അതിലുള്ള ജീവജാലങ്ങളും അതിൻ്റെ കാര്യങ്ങളൊക്കെ ആ ഒരു സംസർഗ ഗുണം കാണിക്കുന്നുണ്ടാവും. അതേപോലെ തന്നെ നമ്മുടെ സ്ഥലത്തിലൂടെ നമ്മൾ ഒരു വലിയ ഒരു JCBയോ അല്ലെങ്കിൽ റോളറോ ഒക്കെ പോകുന്ന സമയത്ത് അതിന് ചുറ്റിപ്പറ്റി വലിയൊരു ചലനങ്ങൾ ഉണ്ടാകും. ഇതേപോലെ നമ്മുടെ പ്ലോട്ടിൽ വലിയൊരു പാറക്കല്ലുണ്ട് എങ്കിൽ അതിന് ചുറ്റി ഒരു ചലനം ഉണ്ടാകും. അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ചലനങ്ങൾ നമ്മുടെ ഒരു പ്ലോട്ടിൽ ഉണ്ടായിരിക്കുമെന്നതാണ്. ഈ ചലനങ്ങളിൽ പോസിറ്റിവിറ്റി ഏതൊക്കെയാണ്, നെഗറ്റിവിറ്റി ഏതൊക്കെയാണ് എന്ന് തിരിച്ചറിയാനും, നമ്മുടെ പ്ലോട്ടിൻ്റെ മധ്യസ്ഥാനം നിർണ്ണയിച്ചുകൊണ്ട് അവിടെ ശംഖു സ്ഥാപിച്ചുകൊണ്ട് എല്ലാ പോസിറ്റിവിറ്റികളെയും ആ ശംഖുവിലേക്ക് ശാംശീകരിക്കുകയും ആ ശംഖുവിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് മുഴുവനും പോസിറ്റിവിറ്റിയും അതിലുള്ള നെഗറ്റിവിറ്റിയൊക്കെ ശംഖുവിന് അന്തർധാരയിലൂടെ അത് ഭൂമിയുടെ കോറുമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ പാതാള ബന്ധമായിട്ട് നിർത്തപ്പെടുന്നു എന്നുള്ളതാണ്. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ശംഖു സ്ഥാപിക്കുന്നത്. അപ്പം ഭൂമിയിലെ തിരശ്ചീനവും ചാക്രികവുമായിരിക്കുന്ന, അല്ലെങ്കിൽ അത് വളരെ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങോട്ടും വേണമെങ്കിൽ അത് നെഗറ്റിവിറ്റി ഉണ്ടാവാം, പോസിറ്റീവ് വലതു തലത്തിലുള്ളതാണെങ്കിൽ പോസിറ്റിവിറ്റി ഉള്ളതും ഇടത് തലത്തിലുള്ളതാണെങ്കിൽ നെഗറ്റിവിറ്റിയുള്ള ചലനങ്ങളായിരിക്കും ഉണ്ടാവുക എന്നുള്ളത്. അതേപോലെ തന്നെ ക്രോസ് ആയിട്ടുള്ളതും ഉണ്ടാവാം. അപ്പോൾ ഇതിനെയൊക്കെ നിയന്ത്രിച്ച് ഒരു ഏകീകരണ സ്വഭാവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വീടിന് സ്ഥാനം നിർണ്ണയിക്കുക എന്ന് നമ്മൾ പറയാം. അപ്പോൾ വീടിന് സ്ഥാനം നിർണ്ണയിക്കുമ്പോൾ നമ്മുടെ ഭൂമിയെയാണ് നമ്മൾ ഉറപ്പിക്കുന്നത്. അതിനാണ് നമ്മൾ വിശ്വകർമ്മ സനാതന വിധി പ്രകാരം നിരതി കോണിൽ ഭൂമിയെ നമ്മൾ
ഉറപ്പിക്കും. ആ നിരതി കോണിയിൽ ഭൂമിയെ ഉറപ്പിക്കുന്നതിനെയാണ് നമ്മൾ വീടിന് സ്ഥാനം നിർണ്ണയിക്കുക എന്ന് പറയും. അപ്പോൾ ഭൂമിയെ അവിടെ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ആ ഭൂമി നല്ല ഉറച്ച സ്ഥലത്ത് തന്നെ ആയിട്ടുണ്ട് എങ്കിൽ ആ ഗൃഹം നല്ല രീതിയിൽ നിർമ്മിക്കപ്പെടും. അപ്പം ഇങ്ങനെ ആ ചലനങ്ങളൊക്കെ സംശീകരിച്ച് ആ ശംഖുവിലാക്കിയതിന് ശേഷം ശംഖുവിൽ നിന്നാണ് നമുക്ക് ആ ചലനങ്ങളെ നമുക്ക് ലഭിക്കപ്പെടുന്നത്. അപ്പം ഇങ്ങനെ ലഭിക്കപ്പെടുന്ന ഊർജ സാരിണികളെയാണ് നമ്മൾ ചാക്രികവും തിരശ്ചീനവുമായ ചക്രങ്ങൾ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ഊർജഘടന എന്ന് പറയുന്നത് മനോമണ്ഡലങ്ങളിൽ നിന്ന് വരുന്ന ഊർജങ്ങളാണ്. അതായത് നല്ല ഭൂമിയും നല്ല വൈബ്രേഷനുകളൊക്കെ ഉള്ള ഭൂമിയാണെങ്കിലും അതിൽ താമസിക്കുന്ന ആളുകളുടെ ചിന്താമണ്ഡലം മനോമണ്ഡലവുമായിരിക്കും ആ നിർമ്മിതിയുടെ ഗുണം നിശ്ചയിക്കുക. അപ്പോൾ അവിടെ താമസിക്കുന്ന ആളുകളുടെ ചിന്താമണ്ഡലം എങ്ങനെയുള്ളതാണോ അത് ഈ ഭൂമിയിലെ വൈബ്രേഷനുകളെ സ്വാധീനിക്കും. അപ്പം നെഗറ്റിവിറ്റി ചിന്തിക്കപ്പെടുന്ന, മറ്റൊരാളെ കുറ്റം പറയപ്പെടുന്ന, മറ്റൊരാളുടെ കുറ്റങ്ങൾ എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന, അവനവനെക്കുറിച്ച് ചിന്തിക്കാത്ത, ആത്മീയതയെക്കുറിച്ച് ചിന്തിക്കാത്ത, എന്നും നെഗറ്റീവ് കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചർച്ച ചെയ്യപ്പെടുകയും അതിൽ ആനന്ദിക്കുകയും ചെയ്യുന്ന ആളുകളൊക്കെ താമസിക്കുന്ന ഒരു സ്ഥലമാണെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയാണ് നമ്മൾ വീട് നിർമ്മിക്കുന്നത് എങ്കിൽ, ഈ ഭൂമിയിലുള്ള നെഗറ്റീവ് എനർജികൾ ഇവരുടെ കൂടെ കൂടുകയും അതിൽ ആ എനർജികൾ തമ്മിൽ സങ്കരിക്കുകയും വലിയ നെഗറ്റിവിറ്റി ഉണ്ടാവുകയും ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇത്തരം നെഗറ്റീവുകളെ പോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഭൂമിയിൽ എപ്പോഴും വാസ്തുപൂജയും വാസ്തുബലിയും കഴിച്ച് ആത്മീയത വരുത്തുകയും അതിൽ താമസിക്കുന്നവരുടെ ചിന്താമണ്ഡലങ്ങൾ വരെ മാറുവാനും സാധ്യമാകുന്നതാണ് വാസ്തുപൂജയും വാസ്തുബലിയും എന്നുള്ളത്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഊർജ ഘടകങ്ങളാണ് ഒരു ഭൗതിക തലത്തിൽ ഭൂമിയിൽ ഉള്ളതെന്ന് ഓർമ്മിക്കുക. നന്ദി, നമസ്കാരം. അടുത്തൊരു വീഡിയോയുമായി അടുത്ത ദിവസം നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.